Hello friends, welcome to Riya's Kitchen Vibes. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ബിരിയാണിയാണ്. ഇതൊരു സാധാ ചിക്കൻ ബിരിയാണി അല്ല, സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി, തന്തൂരി ചിക്കൻ ബിരിയാണി. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. ആദ്യം തന്നെ ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ടെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്ര ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല, അത് നന്നായിട്ട് തൈരിൻ്റെ ഇതിൽ കിടന്ന് നന്നായിട്ട് മിക്സ് ആയിക്കോളും. ഇനി ഇതിലേക്ക് ഞാൻ അരമുറി നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. ഇത് ഞാനിപ്പോൾ ചിക്കൻ നന്നായിട്ട് കഴുകി വരഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഒരു ഫുൾ കോഴി ഇവിടെ അങ്ങനെയാണ് കിട്ടുന്നത്. അത് ഞാൻ 4 പീസായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഈ ചിക്കനിലേക്ക് ഈ മസാലയെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഏറ്റവും കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഓവർനൈറ്റ് വെക്കാൻ പറ്റിയാൽ അത്രയും നല്ലതാണ്. ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടും. ഏറ്റവും കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പൊ ഏകദേശം 2.5 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ, നമ്മുടെ ചിക്കന് എല്ലാം നല്ല മസാല എല്ലാം പിടിച്ച് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓവർനൈറ്റ് വെക്കുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് മസാലയൊക്കെ പിടിച്ച് കിട്ടിയേനെ. പക്ഷെ ഞാനത് വൈകിട്ട് വിട്ടുപോയി. എന്നിട്ട് നമുക്ക് ഓരോ പീസായിട്ട് വെച്ച് കൊടുക്കാം. ഞാനിപ്പം ഈ തവയിൽ 2 എണ്ണ വെച്ചിട്ടുള്ളൂ. ഞാൻ വേറൊരു തവ ഇതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലും 2 പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് വലിയ ഫ്ലെയിമിൽ ഇപ്പോൾ വേവിക്കരുത്. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ളതല്ലല്ലോ, അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ വേകണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കത്തുള്ളൂ. അടച്ചു വെച്ചും വേവിക്കണേ. ഇപ്പം നമ്മൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമ്മൾ തിരിച്ചിട്ട് കൊടുത്തു. നമുക്ക് കണ്ടാൽ അറിയാം ഒരു സൈഡ് നന്നായിട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അടച്ചു വെച്ച് വേവിക്കാം. ഒരു ഫോർക്ക് കൊണ്ട് വല്ലതും നമ്മൾ ഈ ചിക്കനിൽ കുത്തി നോക്കിയാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും ചിക്കൻ വെന്തിട്ടുണ്ടോ എന്നുള്ളത്. ഇവിടെ കിട്ടുന്ന ചിക്കനൊക്കെ പെട്ടെന്ന് വേവുന്നതാണ്. അതുകൊണ്ട് ഇതൊരു 10, 15, 20 മിനിറ്റിനുള്ളിൽ നന്നായിട്ട് വെച്ചാൽ വളരെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പം ഞാൻ എല്ലാ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് ചിക്കൻ ആയി കിട്ടിയിട്ടുണ്ട്. 2 സൈഡും ഇതുപോലെ തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് ചെയ്തെടുക്കണം. നമുക്കിപ്പോൾ ഈ പീസ് കണ്ടാൽ അറിയാമല്ലോ നന്നായിട്ടായിട്ടുണ്ട്. ഇത് ബിരിയാണിക്ക് നമ്മൾ മസാല തയ്യാറാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയൊരു പാനാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിരിയാണി തയ്യാറാക്കാൻ എപ്പോഴും സൺഫ്ലവർ ഓയിൽ തന്നെയാണ് നല്ലത്. ഇതിലേക്ക് ഞാൻ 2 വലിയ സവോള അരിഞ്ഞു ചേർത്തിട്ടുണ്ട്. ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് ബിരിയാണി ദം ചെയ്യാനായിട്ട് വെക്കുന്നത്. നിങ്ങളുടെ സൗകര്യം പോലെ അത് വലിയ പാത്രം എടുക്കുകയൊക്കെ ചെയ്തോണേ. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ അരച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ഒരു ഇടത്തരം കഷ്ണം, ഒരു 7-8 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇത്രയും കൂടെ അരച്ചതാണിത്. ഇപ്പൊ സവോള നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിക്ക ചേർത്ത് കൊടുക്കാം.
ഒരു തക്കാളിക്കാണ് ചേർത്തിരിക്കുന്നത്. ഇതിനി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അടച്ചു വെച്ച് വേവിക്കുകയാണ്. തക്കാളിക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഉടയാതെ വല്ല കഷ്ണങ്ങളുണ്ടെങ്കിൽ അതൊന്ന് വെറുതെ ആ സ്പാറ്റില കൊണ്ട് ഉടച്ചു കൊടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ പുതിനയിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വറുത്ത് വെച്ചിരിക്കുന്ന സവോള കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പുതിനയിലയും മല്ലിയിലയുടെയും ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അത് ആവശ്യത്തിന് ഇടാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇച്ചിരി മല്ലിയില കുറവായിരുന്നു. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയുടെ പച്ചക്കുത്തൊക്കെ മാറുന്നിടം വരെ മിക്സ് ചെയ്യണം. ഇപ്പം മസാലയൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മുമ്പേ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ആ മസാല ബാക്കി വന്നിട്ടുണ്ടായിരുന്നു, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന മസാല മിച്ചം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കളയരുത്, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ചിക്കൻ സ്റ്റോക്കാണ്. അത് ഞാൻ അതിൻ്റെ ഒരു ബ്ലോക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ ഈ മസാലയിലൊന്നും ഇട്ട് ചിക്കൻ വേവിക്കുന്നൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഒരു ചിക്കൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി ചിക്കൻ സ്റ്റോക്കിൻ്റെ ഒരു ബ്ലോക്ക് ഞാൻ ഇട്ട് കൊടുത്തേ ഉള്ളൂ. നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ ചേർക്കണ്ട. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മസാലയൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ തൈര് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്തിരിക്കുന്നത്. മുമ്പേ പറഞ്ഞ പോലെ തൈര് അത്യാവശ്യം പുളിയുള്ളത് തന്നെ ചേർക്കണം. ഇനി ഈ തൈരും മസാലയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി കിട്ടുന്നത് പോലെ ഇളക്കിയെടുക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ നാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കന് വെച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിൽ നിന്ന് ചിക്കന് മാറ്റാം. മസാലയുടെയും ചിക്കൻ്റെയും ഫ്ലേവറൊക്കെ ഒന്ന് യോജിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. മസാല ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബാസ്മതി റൈസ് 3 കപ്പ് എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് റൈസ് വേവിക്കുന്നതെന്നൊക്കെ ഉള്ളത് ഇതിനു മുമ്പുള്ള പല ബിരിയാണികളുടെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പം നമ്മൾ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവോളയും നട്ട്സും കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഇത് തേങ്ങാപ്പാലിലോ പശുവിൻ പാലിലോ നിങ്ങൾക്ക് ഈ മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ കുങ്കുമപ്പൂവോ ചാലിച്ച് ഇതുപോലെ കളറിന് വേണ്ടി ഉപയോഗിക്കാം. അല്ലാത്ത കളറുകൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇന്നിപ്പം മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ നല്ല കളറാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് ഒന്നും എടുത്തറിയത്തൊന്നുമില്ല. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് ചിക്കൻ വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ബിരിയാണി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. ഒരുപാട് നെയ്യൊന്നും വേണ്ട. ഞാനിനി ഇതിലേക്ക് ഒരു ചാർക്കോൾ വെക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് കാണാമായിരുന്നു, അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചാർക്കോൾ കത്തിക്കുകയായിരുന്നു. ഒരു ചാർക്കോൾ ഇതിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചാർക്കോൾ ശരിക്കും എരിയുന്നതിന് വേണ്ടിയിട്ട് അതിലേക്ക് ഒരു സ്വല്പം ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ വേണമെങ്കിൽ ഒഴിക്കാം. അലൂമിനിയം ഫോയിൽ പേപ്പർ കൊണ്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ലിഡ് വെച്ച് നല്ല ടൈറ്റായിട്ട് അടയ്ക്കുക.
ഇനി ഒരു കുറഞ്ഞ തീയിൽ ഒരു 20 മിനിറ്റ് ഇത് വേവിക്കണം. അപ്പോഴത്തേക്ക് ഈ ചാർക്കോളിൻ്റെ സ്മെല്ലൊക്കെ റൈസിലോട്ടും ചിക്കനിലോട്ടും ഒക്കെ നന്നായിട്ട് ഉണ്ടായി വരും. അപ്പം നമുക്ക് ലിഡ് മാറ്റി നോക്കാം. അടിപൊളി സ്മെല്ലാണ് വരുന്നത്. ഭയങ്കരമായിട്ടുള്ള ഈ ചാർക്കോളിൻ്റെ ആ ഒരു സ്മോക്കി സ്മെല്ല്. നമ്മളൊരു എന്താ പറയുന്നത്, തന്തൂരിയൊക്കെ കഴിക്കാൻ വേണ്ടി നമ്മൾ കടയിലൊക്കെ പോവില്ലേ, അപ്പോൾ ഒരു സ്മെല്ല് വരുമല്ലോ അവിടെ ഇങ്ങനെ ചാർക്കോളെല്ലാം കൂടെ ചെയ്തിട്ട് കരിച്ചിട്ട്, ആ ഒരു സ്മെല്ലാണ്. ഇനി നമുക്ക് ഈ ബിരിയാണി പ്ലേറ്റിലോട്ട് മാറ്റാം. നിങ്ങൾക്ക് ഈ റൈസൊക്കെ കണ്ടാൽ അറിയാം എന്ത് ഭംഗിയായിട്ടാണ് ഈ റൈസും ഈ തന്തൂരി ചിക്കനും ആയി വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഒന്നൊന്നര ബിരിയാണിയാണ്. അടിപൊളി സാധനമാണ്. നമ്മളിപ്പം ചിക്കൻ ബിരിയാണി വറുത്ത് വെക്കാറുണ്ട്, അല്ലെങ്കിൽ കറി വെച്ചിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ബിരിയാണി ചെയ്തിട്ടുണ്ട്. ഞാനും ഇതിനകത്ത് ബിരിയാണി ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു വെറൈറ്റി ബിരിയാണിയാണ്. നമുക്കൊക്കെ തന്തൂരി ചിക്കൻ ഇഷ്ടമാണ്, നമ്മളതൊക്കെ കഴിക്കാൻ വേണ്ടി പുറത്ത് പോകാറുണ്ട്. പക്ഷേ ഇങ്ങനെയൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കൂ. നമ്മൾ ഹോട്ടലുകളിൽ പോയി കഴിക്കുന്ന തന്തൂരി ചിക്കൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഈ ചിക്കനും കിട്ടിയിരിക്കുന്നത്. ആ ചാർക്കോളും കൂടെ ഒക്കെ നമ്മൾ കരിച്ചപ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ടുള്ള സ്മോക്കി സ്മെല്ലും ഒക്കെ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ അടിപൊളി തന്തൂരി ചിക്കൻ ബിരിയാണിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിനുശേഷം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.